दिशाहीन दिशा, यात्रावृत्त। घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेഖ नहीं थी. വീട്ടിലായിരുന്നപ്പോൾ മനസ്സിൽ യാത്രയെക്കുറിച്ച് തയ്യാറാക്കിയ യാതൊരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. ബസ് ഏക് അസ്ഥിരത ഹി थी जो मुझे अंदर से धकेल रही थी. ഏതോ ഒരു അസ്ഥിരത എന്നെ ഉള്ളിൽ നിന്ന് തള്ളിക്കൊണ്ടിരുന്നു. समुद्र तट के प्रति मन में एक ऐसा आकर्षण था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. എൻ്റെ യാത്രാ സങ്കല്പങ്ങളിൽ സമുദ്രത്തിൻ്റെ വിശാലത അനായാസമായി തന്നെ വന്നിരുന്നതുകൊണ്ട് സമുദ്രതീരത്തെക്കുറിച്ച് മനസ്സിലൊരു ആകർഷണമുണ്ടായിരുന്നു. बहुत बार सोचा था कि कभी समुद्र तट के साथ साथ एक लंबी यात्रा करूँगा, परंतु यात्रा के लिए समय और साधन साथ साथ मेरे पास कभी नहीं रहते थे. സമുദ്രതീരത്തോടൊപ്പം ഒരു നീണ്ട യാത്ര നടത്തണം എന്ന് പല പ്രാവശ്യം ആലോചിച്ചിരുന്നു. പക്ഷെ യാത്രയ്ക്കുള്ള സമയവും സാമഗ്രികളും ഒരിക്കലും ഒരുമിച്ച് എൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. उन दिनों नौकरी छोड़ दी थी और पास में कुछ पैसे भी थे. ആ ദിവസങ്ങളിൽ ജോലി ഉപേക്ഷിച്ചിരുന്നു, കയ്യിൽ കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. इसलिए मैंने तुरंत चल देने का निश्चय कर लिया. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചു. पहले सोचा कि सीधे कन्याकुमारी चला जाऊं और वहाँ से रेल, मोटर या नाव जहाँ जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बम्बई तक की यात्रा करूं. ആദ്യം വിചാരിച്ചത് നേരെ കന്യാകുമാരിക്ക് പോകാം, അവിടെ നിന്ന് ട്രെയിൻ, കാർ അല്ലെങ്കിൽ വള്ളം കിട്ടുന്നതെന്താണെങ്കിലും അതിൽ പടിഞ്ഞാറേ സമുദ്രതീരത്തു കൂടി ഗോവയോ മുംബൈയോ വരെ യാത്ര ചെയ്യാം എന്നായിരുന്നു. रास्ते में जहाँ मन हुआ वहीं कुछ दिन रह जाऊंगा. വഴിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ച് ദിവസം താമസിക്കാം. शिमला में हमारे स्कूल में कई लोग दक्षिण भारत के थे. ഷിംലയിൽ ഞങ്ങളുടെ സ്കൂളിലെ കുറച്ചു പേർ ദക്ഷിണേന്ത്യക്കാരായിരുന്നു. उनमें से एक ने कहा था कि रहने के लिए कन्नूर बहुत अच्छी जगह है. താമസിക്കാൻ വളരെ നല്ല സ്ഥലമാണ് കണ്ണൂർ എന്ന് അവരിൽ ഒരാൾ പറഞ്ഞിരുന്നു. एक और का कहना था कि मैं एक बार कोल्लम पहुंच जाऊं तो वहां से और कहीं जाने को मेरा मन नहीं होगा. ഞാൻ ഒരിക്കൽ കൊല്ലത്തെത്തിയാൽ പിന്നെ അവിടെ നിന്ന് മറ്റൊരിടത്തും പോകാൻ എൻ്റെ മനസ്സിൽ തോന്നുകയില്ലെന്ന് മറ്റൊരാൾ പറഞ്ഞിരുന്നു. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं है. പടിഞ്ഞാറേ സമുദ്രതീരത്തുള്ള ഗോവയേക്കാൾ മനോഹരമായ മറ്റൊരു സ്ഥലമില്ലെന്ന് ഡൽഹിയിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. वहाँ खुला समुद्र तट है. एक आदिम स्पर्श लिए प्राकृतिक रमणीयता है और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. रखने खाने की हर सुविधा वहाँ बहुत थोड़े पैसों में प्राप्त हो सकती है. അവിടെ വിശാലമായ സമുദ്രതീരമുണ്ട്, ആദിമകാല സ്പർശമുള്ള പ്രകൃതി രമണീയതയുണ്ട്. ഏറ്റവും വലിയ കാര്യം അവിടെ ജീവിതം വളരെ ചെലവ് കുറഞ്ഞതാണ്. ഭക്ഷണം, താമസം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കുറച്ച് പൈസ കൊണ്ട് ലഭ്യമാക്കാൻ കഴിയുന്നതാണ്. मेरे लिए सभी जगह है अपरिचित थी, इसलिए मुझे सभी में आकर्षण लग रहा था. എന്നെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളും അപരിചിതമായിരുന്നു, അതുകൊണ്ട് എനിക്ക് എല്ലാറ്റിനോടും ആകർഷണം തോന്നിയിരുന്നു. കൊച്ചിൻ, കണ്ണൂർ, മംഗളൂർ, ഗോവ, കൊച്ചി,
कन्नूर, मैंगलोर, गोवा, आलपी के बैकवाटर्स और नीलगिरी की पहाड़ियाँ, ആലപ്പുഴയിലെ കായലുകളും നീലഗിരിയിലെ കുന്നുകളും, सबके प्रति मेरे मन में एक ऐसी ആത്മീയത ജാഗ്തി थी. എല്ലാ സ്ഥലത്തോടും എൻ്റെ മനസ്സിൽ ഒരു ഉറ്റ സൗഹൃദം ഉണർന്നിരുന്നു. जैसे कि मेरा उन सब स्थानों से कभी का घनिष्ठ संबंध रहा हो. ആ സ്ഥലങ്ങളോടൊക്കെ എപ്പോഴോ എൻ്റെ മനസ്സിൽ ഒരു ഗാഢബന്ധം ഉണ്ടായിരുന്നത് പോലെ. सबसे अधिक आत्मीयता कन्याकुमारी के तट को लेकर महसूस होती थी. ഏറ്റവും കൂടുതൽ ആത്മബന്ധം കന്യാകുമാരിയിലെ കടൽ തീരത്തോടാണ് തോന്നിയിരുന്നത്. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुए व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था. പക്ഷേ ജനനിബിഡമായ ഒരു പട്ടണത്തിലെ ചെറിയ ഇടുങ്ങിയ ഒരു തെരുവിൽ ജനിച്ച വ്യക്തിക്ക് ആ വിശാലതയോട് ഇങ്ങനെ ഒരു ഉറ്റ സൗഹൃദം തോന്നാൻ കാരണം എന്തായിരുന്നു? കേവൽ വിപരീത കാ ആകർഷൺ, കേവലം വിപരീതമായതിനോടുള്ള ആകർഷണമോ? घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूँगा. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എന്ന്, എവിടെ, എത്ര ദിവസം കഴിയും എന്നൊന്നും ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. हाँ, चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होता हुआ गोवा चला जाऊंगा और वहाँ से कन्याकुमारी की और यात्रा प्रारंभ करूंगा. നേരെ കന്യാകുമാരിക്ക് പോകാതെ മുംബൈ വഴി ഗോവയ്ക്ക് പോകാം, പിന്നീട് അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തുടങ്ങാം എന്നായിരുന്നു പോകുന്നതുവരെ തീരുമാനിച്ചിരുന്നത്. यह इसलिए चाहता था कि मेरी यात्रा का अंतिम पड़ाव कन्याकुमारी हो. എൻ്റെ യാത്രയുടെ അവസാന താവളം കന്യാകുമാരി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണിത്. दिसंबर सन 52 की 25 तारीख 1952 दिसंबर 25 थर्ड क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने को मिल जाए वह बड़ी बात होती है. തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലെ മുകളിലത്തെ സീറ്റിൽ ബെഡ് വിരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ വലിയ കാര്യമായിരുന്നു. മുझे ऊपर की सीट मिल गई थी. എനിക്ക് മുകളിലത്തെ സീറ്റ് കിട്ടിയിരുന്നു. सोच रहा था कि अब बम्बई तक की यात्रा में कोई असुविधा नहीं होगी. ഇനി മുംബൈക്കുള്ള യാത്രയിൽ യാതൊരു അസൗകര്യവും ഉണ്ടാകയില്ലായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. രാത് കോ ടീക് സേ സോ സകൂങ്ക, രാത്രിയിൽ ശരിയായി ഉറങ്ങാൻ കഴിയും എന്നും വിചാരിച്ചിരുന്നു. मगर रात आई तो मैं वहाँ सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मल्ला अब्दुल जब्बार से गज़लें सुन रहा था. പക്ഷേ രാത്രിയായപ്പോൾ അവിടെ കിടന്നുറങ്ങേണ്ട സ്ഥാനത്ത് ഞാൻ ഭോപ്പാൽ തടാകത്തിലെ ഒരു വള്ളത്തിൽ കിടന്ന് വൃദ്ധനായ വള്ളക്കാരൻ അബ്ദുൾ ജബ്ബാർ പാടിയ ഗസൽ കേട്ടുകൊണ്ടിരുന്നു. भोपाल स्टेशन पर मेरा मित्र अविनाश, जो वहाँ से निकलने वाले एक हिंदी दैनिक का संपादन करता था, मुझसे मिलने के लिए आया था. ഭോപ്പാലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഹിന്ദി ദിനപത്രത്തിൻ്റെ എഡിറ്ററായ എൻ്റെ സുഹൃത്ത് അവിനാശ് എന്നെ കാണാൻ അവിടെ വന്നിരുന്നു. मगर बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतर गया. പക്ഷെ സംസാരിക്കുന്നതിന് പകരം അവൻ എൻ്റെ കിടക്ക ചുരുട്ടി ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് എൻ്റെ സൂട്ട് കേസും എടുത്ത് താഴെ ഇറങ്ങി. इस तरह
मुझे एक रात के लिए वहाँ रह जाना पड़ा. അങ്ങനെ എനിക്ക് ഒരു രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. रात को 11 के बाद हम लोग घूमने निकले. രാത്രിയിൽ 11 ശേഷം ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. घूमते हुए भोपाल ताल के पास पहुंचते तो मन हो आया कि नाव लेकर कुछ देर झील की सैर की जाए. തടാകത്തിനടുത്തെത്തിയപ്പോൾ വള്ളത്തിൽ കുറച്ചു നേരം തടാകത്തിലൂടെ യാത്ര ചെയ്യാമെന്ന് തോന്നി. नाव टीकी गई और कुछ ही देर में हम झील के उस भाग में पहुंच गए जहां से चारों ओर के किनारे दूर नजर आते थे. വള്ളം തയ്യാറായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തടാകത്തിന് ചുറ്റുമുള്ള അരികുകൾ ദൂരത്തായി കാണപ്പെടുന്ന ഭാഗത്തെത്തി. वहां आकर अविनाश के मन में न जाने क्या भावुकता जाग आई कि उसने एक नज़र पानी पर डाली. एक दूर के किनारों पर और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हम में से कोई कुछ गा सकता. അവിടെ വന്നപ്പോൾ അവിനാശിൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല, ഒരു സഹൃദയത്വം ഉണർന്നു. അവൻ വെള്ളത്തിലേക്കും പിന്നീട് ദൂരെ തീരത്തേക്കും നോക്കി. പൂർണ്ണത ആഗ്രഹിക്കുന്ന കലാകാരനെന്ന പോലെ ഇപ്പോൾ നമ്മിൽ ആരെങ്കിലും എന്തെങ്കിലും പാടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. മേ ഗാത്തോ നഹി സക്താ ഹുസൂർ, ബൂഢാ മല്ല ഹാത്ത് ജോഡ്കർ ബോല. വള്ളക്കാരൻ കൈകൂപ്പിക്കൊണ്ട് തനിക്ക് പാടാൻ കഴിയില്ല സാർ എന്ന് പറഞ്ഞു. മഗർ ആപ് ചാഹേ തോ ചന്ദ് ഗസലെ तरन्नुम के साथ अर्ज कर सकता हूँ और മാഷാ അല്ലാ ചുസ്ത് ഗസലെ. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ഗസലുകൾ താളത്തോടെ ഞാൻ ആലപിക്കാം. ഉണർവ് നൽകുന്ന ഗസലുകളാണ്. जरूर जरूर. हमने उल्साह के साथ उसके प्रस्ताव का स्वागत किया. വള്ളക്കാരൻ ഒരു ഗസൽ പാടാൻ തുടങ്ങി. അയാളുടെ ശബ്ദം നന്നായിരുന്നു. बूढ़े मल्ला ने एक गज़ल छेड़ दी. उसका गला काफ़ी अच्छा था और सुनाने का अंदाज भी शायराना था. വള്ളക്കാരൻ ഒരു ഗസൽ പാടാൻ തുടങ്ങി. അയാളുടെ ശബ്ദം നന്നായിരുന്നു. പാടി കേൾപ്പിക്കുന്ന രീതിയും പൂർണ്ണമായിരുന്നു. उसका गला काफ़ी अच्छा था और सुनाने का अंदाज़ा भी शायराना था. काफ़ी देर चप्पुओं को छोड़े वह झूम झूम कर गज़लें सुनाता रहा. വളരെ നേരം തുഴകൾ ഉപേക്ഷിച്ച് അയാൾ സന്തോഷം കൊണ്ട് ഇളകിയാടി ഗസൽ പാടി കേൾപ്പിച്ചു കൊണ്ടിരുന്നു. ഏക് കെ ബാദ് ദൂസരി ഫിർ തീസരി. ഒന്നിനു ശേഷം രണ്ടാമത്തെ, പിന്നീട് മൂന്നാമത്തെ. मैं नाव में लेटा उसकी तरफ देख रहा था. ഞാൻ വള്ളത്തിൽ കിടന്ന് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. उस सर्दी में भी वह सिर्फ एक तहमद लगाए था. ആ തണുപ്പിലും അയാൾ ഒരു മുണ്ട് മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. ഗലേ മേ ബനിയാൻ തക് നഹീ थी. കഴുത്തിൽ ഒരു ബനിയൻ പോലും ഉണ്ടായിരുന്നില്ല. उसकी दाढ़ी के ही नहीं चांदी के भी बाल सफ़ेद हो चुके थे. അയാളുടെ താടിയിലെയും നെഞ്ചിലെയും രോമങ്ങൾ നരച്ചു കഴിഞ്ഞിരുന്നു. जब वह चप्पू चलाने लगता तो उसकी मांसपेशियां इस तरह हिलती जैसे उनमें फौलाद भरा हो. അയാൾ വള്ളം തുഴയാൻ തുടങ്ങുമ്പോൾ അയാളുടെ മാംസപേശികൾ ഇളകുന്നത് കണ്ടാൽ അവ ഉരുക്കാണെന്ന് തോന്നുമായിരുന്നു. तीसरी गज़ल सुनाकर वह खामोश हो गया. മൂന്നാമത്തെ ഗസൽ പാടിക്കഴിഞ്ഞ് അയാൾ നിശബ്ദനായി. उसके खामोश हो जाने से सारा वातावरण ही बदल गया. മൂന്നാമത്തെ ഗസൽ പാടിക്കഴിഞ്ഞ് അയാൾ നിശബ്ദനായി. അയാൾ നിശബ്ദനായപ്പോൾ
അന്തരീക്ഷം മുഴുവൻ മാറിപ്പോയി. रात, सर्दी और नाव का हिलना, इन सब का अनुभव पहले नहीं हो रहा था. രാത്രി, തണുപ്പ്, വള്ളം തുഴയൽ, ഈ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അബ് ഹോനെ ലഗ, ഇപ്പോൾ തോന്നി തുടങ്ങി. झील का विस्तार भी जैसे उतनी देर के लिए सिमट गया था, अब खुल गया. തടാകത്തിൻ്റെ വിശാലതയും അത്രയും നേരത്തേക്ക് ചുരുങ്ങിയിരുന്നു, ഇപ്പോൾ വികസിച്ചു. अब लौट चले साहब. कुछ देर बाद उसने कहा, सर्दी बढ़ रही है और मैं अपनी चादर साथ नहीं लाया. ഇനി തിരിച്ചു പോകാം സാർ. കുറച്ച് കഴിഞ്ഞ് അയാൾ പറഞ്ഞു, തണുപ്പ് കൂടി വരുന്നു, ഞാൻ പുതപ്പ് കൊണ്ടുവന്നിട്ടില്ല. अविनाश ने झट से अपना कोट उतारकर उसकी तरफ बढ़ा दिया. अविनाश പെട്ടെന്ന് തൻ്റെ കോട്ടൂരി അയാൾക്ക് നേരെ നീട്ടി. കഹാ ലോ തും യഹ് പഹൻ ലോ, എന്നിട്ട് പറഞ്ഞു, ഇതെടുത്ത് ധരിച്ചോളൂ. അബി ഹം ലൗട്ട് കർ നഹീ ചലേംഗെ, നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നില്ല. തുമേ കോയി ഗാലിബ് കി ചീസ് യാദ് ഹോ തോ സുനാവോ, നിങ്ങൾക്ക് ഗാലിബിൻ്റെ പാട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പാടി കേൾപ്പിക്കൂ. ബൂഢെ മല്ലാനെ എത്തരാജ് നഹീ കിയ, വൃദ്ധനായ വള്ളക്കാരൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. ചുപ്ചാപ്പ് അവിനാശ് കാ കോട്ട് പെഹൻ ലിയ और गालिब की एक गज़ल सुनाने लगा. मुद्दत हुई है यार को मेहमा किए हुए, എന്നിട്ട് ഗാലിബിൻ്റെ ഒരു ഗസൽ പാടി തുടങ്ങി. വീഡിയോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.